എറണാകുളത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ.എസ്. രാധാകൃഷ്ണനും ചാലക്കുടി മണ്ഡലത്തിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥും ഇന്ന് പത്രിക സമർപ്പിക്കും. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, ഇരുവരും എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക? വൃന്ദ, ഇത് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചൂടും അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എറണാകുളത്താണെങ്കിൽ കെ.എസ്. രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി കെ.എസ്. രാധാകൃഷ്ണൻ, ചാലക്കുടി മണ്ഡലത്തിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രൻ എന്നിവരാണ് ഇന്ന് പ്രധാനമായും എറണാകുളം കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കുക. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി 11നും 12നും ഇടയ്ക്കുള്ള സമയത്ത് എന്തായാലും ഇരു സ്ഥാനാർത്ഥികളും അവിടെ എത്തി കളക്ടറുടെ വരണാധികാരിക്ക് മുന്നിൽ അവരുടെ പത്രിക സമർപ്പണം നടത്തും എന്നുള്ളതാണ്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനമൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാകും ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ ഈ സ്ഥാനാർത്ഥികൾ അടയാളപ്പെടുത്തുക. എന്തായാലും രാവിലെ 11 മണിയോടുകൂടി തന്നെ കെ.എസ്. രാധാകൃഷ്ണൻ അവിടേക്ക് വാഹന പ്രചരണ ജാഥയായി എത്തി ശക്തി പ്രകടനത്തോടുകൂടി എത്തുന്നു. അവിടെ അതിനുശേഷം പടക്കേറ്റ് സമീപത്തെ മഹാത്മാഗാന്ധിയുടെ തൂവത്തിൽ അവിടെ പുഷ്പാർച്ചന നടത്തുന്നു. അതിനുശേഷമാകും വരണാധികാരിക്ക് മുന്നിൽ പത്രിക സമർപ്പിക്കുക. ഒപ്പം ശ്രീ രവീന്ദ്രനാഥും ഈ ഒരു സമയത്ത് തന്നെയാവും എത്തുക. 11നും 12നും ഇടയ്ക്കുള്ള സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ശക്തി പ്രകടനത്തോടുകൂടി തന്നെ ഇവിടേക്ക് എത്തി ആ ഒരു ആഘോഷത്തോടുകൂടി തന്നെ ആഘോഷകരമായി തന്നെ ഈ പരിപാടി നടപ്പിലാക്കുക എന്നത് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും ഒക്കെ ഒരു തീരുമാനം. ആ നിലയ്ക്കുള്ള നടപടികളുമായി മുന്നിട്ട് പോകും. എന്തായാലും ഒപ്പം എറണാകുളം ജില്ലയിലെ മറ്റ് രണ്ട് എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥികൾ, എൽ.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി 3-ാം തീയതിയും യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയുള്ള ഹൈബി ഈഡൻ 4-ാം തീയതിയും പത്രിക സമർപ്പിക്കുമെന്നാണ് നമ്മൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഏറ്റവും സുതാര്യമായിട്ട് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന്റെ പ്രധാനം പറയേണ്ട ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് 4051 പരാതികളാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പരാതികളും തീർപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കണക്കാക്കേണ്ടത്. ഇത് 4457 ശരിയാണെന്ന്, ഈ പരാതികൾ ശരിയാണെന്ന് കണ്ടെത്തി പരിഹരിക്കുകയായിരുന്നു. 47 എണ്ണത്തിന് കടമില്ല എന്ന് കണ്ടി ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതമായി പ്രചാരണ സാഹചര്യം പതിക്കുക, പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ എന്നിവയ്ക്കെതിരെയാണ് കൂടുതലായും പരാതികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ പരാതികൾ നൽകാൻ കഴിയുമെന്നുള്ളതാണ്. സി വിജിൽ എന്നുള്ള ഒരു ആപ്പ് വഴിയാണ് ഇത്തരത്തിൽ മൊബൈലിലൂടെ തന്നെ സാധാരണക്കാർക്ക് ഈ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അത് പരാതിയായി ഉന്നയിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ പുതിയ രീതിയിലുള്ള ഇടപെടൽ കൂടി ഈ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ അതിന്റെ ഒരു ചൂട് പിടിച്ച അവസ്ഥയിലേക്ക് തന്നെ കൂടുതൽ ആവേശത്തിലേക്ക് തന്നെ തെരഞ്ഞെടുപ്പ് എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം കുറെ കൂടെ സജീവമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും ഇന്ന് എറണാകുളം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ.എസ്. രാധാകൃഷ്ണനും ഒപ്പം തന്നെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥും ഇന്ന് പത്രിക സമർപ്പിക്കും. വ്യക്തമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.